ഹായ് ഫ്രണ്ട്സ്, NS നിധി സയൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SLC കെമിസ്ട്രി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിപ്പോകാം. ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതായത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവുമാണ്. അതിൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഷെല്ലും ഉപഷെല്ലും സബ്ഷെല്ലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിലത് ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നോളാം. ന്യൂക്ലിയസിന് തൊട്ടടുത്ത് കാണുന്ന ഷെല്ലാണ് കെ ഷെല്ല്, പിന്നെ വരുന്നത് എൽ ഷെല്ല്, പിന്നെ വരുന്നത് എം ഷെല്ല്. ഇനി ഈ ന്യൂക്ലിയസിന്റെ അകലം കൂടുന്നതനുസരിച്ചിട്ട് ഷെല്ലുകളുടെ ഊർജ്ജം, അതായത് ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരുന്നു എന്നുള്ള ഒരു കാര്യം ഓർത്തോണം. അതനുസരിച്ചിട്ട് ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതാണ് KLM. ഇതിൽ ഏറ്റവും ഊർജ്ജം കൂടിയ ഷെൽ എന്ന് പറഞ്ഞാൽ എം ഷെല്ലാണ്. ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് ഏതാണ്? കെ ഷെല്ലാണ്. അപ്പൊ ന്യൂക്ലിയസിനോട് അടുത്ത് ഉള്ള ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ കെ ഷെൽ എന്ന് പറയുക. അപ്പോൾ വലത്തോട്ട് പോകും തോറും ഊർജ്ജം കൂടിയാണ് വരുന്നത്. ഇനി കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. എൽ ഷെല്ലിലുള്ളത് 8ആണ്. എം ഷെല്ലിൽ 18ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ രണ്ട് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ടൊക്കെ തന്നിട്ടുണ്ട്. സോഡിയം 11, 2, 8, 1 ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അടുത്ത ആർഗൺ 2, 8, 8 എന്നുള്ള രീതി, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഈ ഇലക്ട്രോൺ വിന്യാസം ഒരുപക്ഷെ നേരിട്ട് ചോദിച്ചിട്ടില്ല എങ്കിൽ ഇപ്പൊ ആർഗണിന്റെ എടുത്തിട്ട് ഒരു ചോദിക്കുക, എം ഷെല്ലിൽ ആർഗണിന്റെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് ചോദിക്കുക. അപ്പൊ 2, 8, 8. അപ്പൊ 8 ഇലക്ട്രോണുകൾ എന്ന് ആൻസർ പറയാൻ അറിയണം. പിന്നെ ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് അതൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഷെല്ലുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കെ ഷെല്ലിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണ്. കെ ഷെല്ലിന്റെ 1 ആണ്. എൽ ഷെല്ലിന്റെ 2 ആണ്. എം ഷെല്ലിന്റെ 3 ആണ്. എൻ ഷെല്ലിന്റെ 4 ആണ് ഷെൽ നമ്പർ. അപ്പോൾ കെ ഷെല്ലിലുള്ള സബ് ഷെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ എസ് സബ് ഷെൽ മാത്രം. ഇവിടെ എൽ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 സബ് ഷെല്ലുകളാണ്, എസും പിയും. എം ഷെല്ലായ മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകളുണ്ട്, SPD. നാലാമത്തെ ഷെല്ല് N ആണ്, അതിൽ SPDF 4 ഷെല്ലുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ വരെ, അല്ലെങ്കിൽ എല്ലാ ഷെല്ലുകളിലും ഉള്ള പൊതുവായ സബ് ഷെല്ല് ഏതാണെന്ന് ചോദിക്കുക. അപ്പൊ എസ് എന്ന് പറയുക. അപ്പൊ ഈ നമ്പറാണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നത്. അപ്പം 1s. ഈ ഷെൽ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2s, 2p. അങ്ങനെയാണ് നമ്മൾ 1s, 2s, 2p, 3s, 3p, 4s, 3d എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇതിൽ എം ഷെല്ലില് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എം ഷെല്ലിലുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ ഏതെല്ലാം സബ് ഷെല്ലുകളാണ് അവിടെ കാണുന്നത്. അപ്പൊ എം ഷെല്ല് എന്ന് പറയുമ്പോൾ തേർഡ് ഷെല്ലാണ്, മൂന്നാമത്തെ ഷെല്ലാണ്. അവിടെ SPD എന്ന് പറയുന്ന സബ് ഷെല്ലുകളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2ആണ്. പിയിൽ 6, അതുപോലെ തന്നെ ഡിയിൽ 10, എഫിൽ 14. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോകണം, മറന്നു പോകരുത്. ഇത് ഇവിടെയുണ്ട്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇനി ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്ന, അതുകൊണ്ട് അത് തൽക്കാലം പറയുന്നില്ല. 1s2, 2s2, 2p6, 3s2 അങ്ങനെ എഴുതാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അതിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ക്രോമിയവും അതേപോലെ തന്നെ കോപ്പറും. അപ്പൊ അതേ ഈ ഒരു ഡയഗ്രാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്. അതിന്റെ ഒരു ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഓർഡർ 1s, 2s, 2p, 3s, 3p, 4s, 3d അങ്ങനെയാണ് വരാറുള്ളത്. അതിൽ 4sഉം 3dയും 4s 3d കമ്പയർ ചെയ്തിട്ട് ഏതിനാണ് ഊർജ്ജം കൂടുതലെന്ന് ചോദിക്കാം. അപ്പോൾ അത് 3d ആണെന്ന് പറയുക. കണ്ടോ, 4sനേക്കാളിലും ഊർജ്ജം കൂടിയത് എന്താണ്? 3d ആണ്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇതിന്റെ ഊർജ്ജക്രമം ഏകദേശം ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. ഇവിടെ നോക്കിയാൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. കണ്ടോ, 4s കഴിഞ്ഞാണ് 3d വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം 4sനേക്കാൾ 3dക്കാണ്. അതുകൊണ്ട് 4sൽ ആദ്യം ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യും. അങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്ന. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ക്രോമിയവും കോപ്പറും. ഈ രണ്ട് സാധാരണ ചോദിച്ചു വരുന്നത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസമാണ്. അതിവിടെ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് കോപ്പറിന്റെ ആണ്. കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29 ആണ്. ഈ 2 ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് ഈ ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഇത് തന്നെ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ 1s2, 2s2, 2p6, 3s2, 3p6, 3d9, 4s2 എന്നാണ് ആദ്യത്തേതിന്റെ. രണ്ടാമത്തേതിന്റെ 3d10, 4s1 എന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വന്ന രീതി അനുസരിച്ച് ആദ്യത്തേത് ശരിയാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അല്ല. രണ്ടാമത്തേതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ, അതായത് 3d10, 4s1. അതിന് കാരണം എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിയിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, അതായത് D10, അല്ലെങ്കിൽ ഭാഗികമായി D5, അങ്ങനെ ഒരു ഇലക്ട്രോൺ ക്രമീകരണം എന്ന് പറയുന്നത് മറ്റ് ഉള്ളവയേക്കാൾ കൂടുതൽ സ്ഥിരത നൽകുന്നതാണ്. അതുകൊണ്ട് കോപ്പറിന്റെ കേസിൽ 3d10, 4s1 ആണ് അതിന്റെ സ്ഥിരത കൂടിയ വിന്യാസം. അതാണ് അതിന്റെ കാരണം എഴുതേണ്ടത്, മറന്നു പോകരുത്. അല്ലാതെ 3d9, 4s2 എന്ന് എഴുതരുത്. ഇനി അടുത്തൊരു ക്രോമിയം പറയുന്നുണ്ട്. ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് അത് തന്നെ എഴുതണം. അതായത് 24 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ 3d5, 4s1 എന്ന രീതിയിലാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാകും അതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒക്കെ എഴുതാനായിട്ട്. അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് പോരുക. അപ്പൊ കോപ്പർ ഈ ഒരു പോയിന്റ് നോക്കിയിട്ട് പോകണം. കോപ്പർ, ക്രോമിയം എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഡി സബ്ഷെല്ലിൽ പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസമാണ് സ്ഥിരത കൂടുതലുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു പോകുക. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 1ഉം 2ഉം ഗ്രൂപ്പുകാരാണ് എസ് ബ്ലോക്ക്. വലതുവശത്ത് ഈ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക കേട്ടോ. അതേപോലെ ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്,
ഇതൊക്കെ നോട്ട് ചെയ്ത് പോകണം. അതിനെ കുറിച്ചുള്ള പ്രത്യേകതകളെല്ലാം നോക്കണം. പ്രത്യേകിച്ച് നോക്കേണ്ട ഈ ഡി ബ്ലോക്കിന്റെ പ്രത്യേകതകളാണ്. ഇവയെല്ലാം ലോഹങ്ങളാണ്. തിളക്കമുണ്ട്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന പോയിന്റ് ഒക്കെ ഓർത്തിരുന്നോണം. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങൾ, അയണിന് എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അയണിന്റെ ഓക്സീകരണാവസ്ഥ, അതായത് ഇരുമ്പിന്റെ ഓക്സീകരണാവസ്ഥ ഏതൊക്കെയാണ്? +2+ഉം 3+ഉം, അല്ലെങ്കിൽ +3+2 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഓക്സീകരണാവസ്ഥ. ഇനി 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ. അപ്പോൾ ഇതില് ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും ഒക്കെ കണ്ടുപിടിക്കാനുള്ളതാണ് അടുത്തതായിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഒരു മൂലകം തന്നിട്ട് ഇതിൽ ഏത് ബ്ലോക്ക് ആണ്, ഏത് പീരീഡ് ആണ്, ഏത് ഗ്രൂപ്പ് ആണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങളെ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചത് ഇവിടെ നോക്കി. ഇപ്പൊ ലിഥിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്കിൽ കാണപ്പെടുന്ന ഒരാളാണ്. നമ്മൾ ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1s2 2s1 എന്ന് വരും. ഏറ്റവും പുറമെയുള്ള ഇലക്ട്രോൺ എവിടെയാണോ നിൽക്കുന്നത് എസ് ആണെങ്കിൽ അതിന് എസ് ബ്ലോക്ക് എന്ന് പറയും. അപ്പൊ എസ് ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഏത് എസ് ബ്ലോക്ക് തന്നു കഴിഞ്ഞാലും അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പൊ ഇവിടെ ലിഥിയത്തിന്റേതാണെങ്കിൽ നമുക്ക് പറയുന്നുണ്ട് ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ഇവിടെ നോക്കിയേ 2s1. എസ്സിൽ പരമാവധി ഏറ്റവും പുറമെയുള്ള എസ്സിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1 ആണ്. അപ്പൊ അതാണ് ചിന്തിക്കേണ്ടത്. അവിടെ നോക്കിയ കാൽസ്യത്തിന്റെ ഏറ്റവും പുറമെ എസ്സിൽ എത്ര ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഗ്രൂപ്പ് നമ്പർ ഇവിടെ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അപ്പൊ എസ്സിന്റെ എപ്പോഴും ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാക്കി എസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ആയിരിക്കും ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി നിങ്ങളോട് ചോദിക്കാൻ ഈ കാൽസ്യത്തിന്റെ പീരീഡ് നമ്പർ എത്ര ആണെന്ന്. ഇവിടെ പീരീഡ് നമ്പർ നോക്കുമ്പോൾ 1s2 1 എന്നുള്ളതും ഇത് 2s2 2 എന്നുള്ളത് 2p6 2 3s2 3 അതേപോലെ 4s2 4. അപ്പൊ ഇത്രയും പറഞ്ഞ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യയാണ് അതിന്റെ പീരീഡ് നമ്പർ. അപ്പൊ കാൽസ്യത്തിന്റെ പീരീഡ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 4 എന്ന് പറയണം. അപ്പൊ അതായത് ആ ഷെൽ നമ്പർ ആണ്, ഏറ്റവും വലിയ ഷെൽ നമ്പർ ആണ് അതിന്റെ പീരീഡ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതേപോലെ തന്നെ നമുക്ക് ഇനി പി ബ്ലോക്ക് മൂലകങ്ങളുടെ എസ് ബ്ലോക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ്. എപ്പോഴും അത് രൂപീകരിക്കുന്ന ബന്ധനം അയോണിക ബന്ധനമാണ്, സഹസംയോജക ബന്ധനമല്ല. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ സാധാരണ അവര് 1ാം ഗ്രൂപ്പുകാരൊക്കെ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. 2ാം ഗ്രൂപ്പ് മൂലകങ്ങൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. പിന്നെ ഇവിടെ അയണിന്റെ ഓക്സീകരണാവസ്ഥ പോലെ പല മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയൊക്കെ ചോദിക്കാം. അതൊക്കെ പഠിച്ചിട്ട് പോകണം നന്നായിട്ട്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എപ്പോഴും ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ഇവിടെ കാണിക്കാനുണ്ട് +1. ഇനി 2ാം ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ എന്തെഴുതും? +2. ഈ ഇലക്ട്രോണിന്റെ എണ്ണം വാലൻസിയുടെ കൂടെ ചാർജൂടെ ചേർത്ത് പറയുന്നതാണ് ഓക്സീകരണാവസ്ഥ. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ലോഹ സ്വഭാവം കൂടുതലാണ് ഇവയ്ക്ക്. അതുപോലെ തന്നെ അയോണീകരണ ഊർജ്ജം കുറവാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, പിന്നെ ന്യൂക്ലിയർ ചാർജ് കുറവാണ്, അതുപോലെ സൈസ് അതായത് വലിപ്പം കൂടുതലാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക്. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു 2-3 എണ്ണം ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇനി പി ബ്ലോക്ക് മൂലകങ്ങളാണ്. നിങ്ങൾക്കറിയാം 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും പുറമെ ഉള്ള ഇലക്ട്രോണുകൾ പി സബ്ഷെല്ലിലാണെങ്കിൽ അതിനെ പി ബ്ലോക്ക് എന്ന് പറയും, അല്ലെ? പിന്നെ ഇനി നമുക്ക് അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നോക്കിയാൽ ബോറോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി പി ബ്ലോക്ക് ആണ്. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ 1s2 2s2 2p1 എന്നാണ് ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഈ പിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം ഏറ്റവും പുറമേ ഉള്ളതാ കേട്ടോ. ഏറ്റവും പുറമേയുള്ള പിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ കണ്ടില്ലേ, ബോറോൺ 2p1. ഈ പിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അതിന്റെ കൂടെ 12 എന്ന സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ അതിന് ഗ്രൂപ്പ് നമ്പർ കിട്ടും. അതുപോലെ തന്നെ നൈട്രജൻ നിയോൺ നോക്കാം. നിയോൺ ആണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്, അല്ലെ? ഇവിടെ ഉണ്ട് നിയോൺ 10, അല്ലെ? പിയിലെ ഏറ്റവും ലാസ്റ്റിലുള്ള പിയിലെ ഇലക്ട്രോണിന്റെ എണ്ണം 6 ആണ്. അപ്പൊ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 6 എന്ന് എഴുതുക. 6ന്റെ കൂടെ എത്ര കൂടെ കൂട്ടും? 12 കൂടെ കൂട്ടും. അപ്പൊ എത്ര കിട്ടുന്നത്? 18. നിയോൺ എന്ന് പറയുന്നത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് പിയുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എസിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതും പിയുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതും ഇപ്പൊ മനസ്സിലായി. എസ് ബ്ലോക്കിന്റെ എസിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം മാത്രമാണ് അതിന്റെ ഗ്രൂപ്പ്. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും പുറമെയുള്ള പിയിലെ ഇലക്ട്രോണിന്റെ എണ്ണത്തോട് കൂടി 12 കൂട്ടുക. അതാണ് അതിലെ ഉള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പി ബ്ലോക്കിൽ കാണപ്പെടുന്നത് മുക്കാലും അലോഹങ്ങളാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ ലോഹങ്ങളും ഉപലോഹങ്ങളും ഉത്കൃഷ്ട മൂലകങ്ങളൊക്കെ ഇതിനകത്തിലുണ്ട്. മിക്കവാറും മൂലകങ്ങളൊക്കെ അലോഹങ്ങളായിട്ടാണ് കാണപ്പെടുന്നതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ സവിശേഷതകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ബ്ലോക്കിലാണ്, പി ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതേപോലെ തന്നെ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ, സൈസ് അതായത് വലിപ്പം ഏറ്റവും കുറവ്. ഇതൊക്കെയാണ് ഈ പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുക. അതുകൊണ്ട് അതിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവം പി ബ്ലോക്കുകാർക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ സവിശേഷതകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അതേപോലെ ഓരോരോ പീരീഡും ഗ്രൂപ്പും നമ്മൾ കണ്ടുപിടിക്കുന്നപ്പം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇതിന്റെ പി ബ്ലോക്ക് നമുക്ക് തന്നിട്ട് ഏതെങ്കിലും ഒരു മൂലകം തന്നിട്ട് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയതിനു ശേഷം ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും ഒക്കെ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോണിന്റെ എണ്ണം വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഭാഗം, അതായത് 13 14 15 16 17 18 ഇത്രയിലെ ഒരു 2 വരി ആൾക്കാരുടെ എങ്കിലും പേര് നിങ്ങൾ കാണാതെ പഠിക്കണം. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ ഇത്രയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഹീലിയം കൂടി. അപ്പൊ അത് അത്ര ഏത് ഗ്രൂപ്പിൽ വരുന്നു,
അവരുടെ ആൾക്കാരുടെ ആ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് എന്തെല്ലാം കാര്യങ്ങൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഗ്രൂപ്പ് ആ പീരിയോഡിക് ടേബിളിന്റെ നടുക്ക് കാണപ്പെടുന്ന 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളെയാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവയെല്ലാം ലോഹങ്ങളാണ്. ഇനി അവരുടെ പ്രത്യേകത എന്താ? വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു, നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, ഈ പിന്നെ ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നീ ഗുണങ്ങൾ കാണിക്കുന്നു, തിളക്കമുള്ളവയാണ്. ഇതെല്ലാം ഇതിന്റെ പ്രത്യേകതയാണ്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതും അതേപോലെ തന്നെ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി ഇവരെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നുകൂടി വിളിക്കും ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളെ. അത് കൂടാതെ ഇവർക്ക് ഒരു പേരുണ്ട്, സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ ഇതിലെ ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളിലെ പ്രത്യേകതകൾ ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഉണ്ട്, ഇതിനകത്തിലുണ്ട്. ഇതിലെ എന്തെങ്കിലും 3-4 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു ഓക്സീകരണാവസ്ഥ കണ്ടുപിടിച്ച് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫെറസ് ക്ലോറൈഡ് FeCl2, ഫെറിക് ക്ലോറൈഡ് FeCl3. ഇതിൽ Fe-യുടെ ഓക്സീകരണാവസ്ഥ കണ്ടെഴുതാൻ. അപ്പൊ ഈ അയണിന്റെ കൂടെ FeCl2, Fe-യുടെ കൂടെ നിൽക്കുന്നത് 2 ക്ലോറിനാണ്. അപ്പോൾ ഈ Fe എന്ന് പറയുന്നത്, അതായത് ഈ ഇരുമ്പ് 2 ഇലക്ട്രോണിനെ ഓരോരോ ക്ലോറിനായിട്ട് വിട്ടുകൊടുക്കും. അതുകൊണ്ട് Fe-യുടെ ഓക്സീകരണാവസ്ഥ ഇവിടെ എത്രയാണ്? +2. അപ്പൊ ഇതിന്റെ പ്രതീകം എങ്ങനെ എഴുതി? Fe എന്ന് എഴുതിയിട്ട് മുകളിൽ +2 എന്ന് എഴുതുക. അതുപോലെ തന്നെ FeCl3 3 ക്ലോറിനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ Fe എന്ത് ചെയ്യും? 3 ഇലക്ട്രോണിനെ ഓരോ ക്ലോറിനും വിട്ടുകൊടുക്കും. അപ്പോൾ അതിന്റെ സിമ്പൽ എങ്ങനെ എഴുതുക? Fe എന്ന് എഴുതിയിട്ട് അതിന് മുകളിൽ 3+ എന്ന് എഴുതുക. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഓക്സീകരണാവസ്ഥ പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ മിക്കവാറും ചോദിക്കാറുള്ളതാണ് Fe-യുടെ ചിലപ്പോൾ ഇരുമ്പിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് ഇതേപോലെ തന്നിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. എന്നിട്ട് അതിൽ നിന്നും Fe2+ന്റെയും Fe3+ന്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറയും. ഇതിപ്പോ Fe-യുടെ ആണല്ലോ 26 ഇലക്ട്രോൺ ഉണ്ടോ എന്ന് എണ്ണി നോക്കുക. 1s2 മുതൽ 4s2 വരെയുള്ളത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് എളുപ്പം പറഞ്ഞു പോകുന്നത്. അപ്പോൾ 26 ഇലക്ട്രോണുകൾ ഇവിടെ എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ Fe2+ന്റെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ എങ്ങനെ എഴുതും? 2+ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ ഏറ്റവും പുറമേയുള്ള 4sൽ നിന്നായിരിക്കും 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. അപ്പൊ Fe2+ന്റെ എങ്ങനെ എഴുതും? 1s2, 2s2, 2p6, 3s2, 3p6, 3d6 എന്ന് മാത്രമേ എഴുതാവുള്ളൂ. ബാക്കി 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയി. ഇനി Fe3+ എന്ന് പറയുവാണെങ്കിൽ എങ്ങനെ എഴുതും നിങ്ങൾ? ഇപ്പൊ 2 എണ്ണം 4s നിന്ന് കളഞ്ഞു. അതുപോലെ തന്നെ അടുത്തത് പിന്നെ പോകാൻ സാധ്യത എവിടെ നിന്നാ? 3dയിൽ നിന്ന്. അവിടുന്ന് ഒരെണ്ണം കൂടെ പോകും. അപ്പൊ Fe3+ന്റെ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 3d5 എന്ന് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ അതിന്റെ ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. MnCl2 മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ എക്സ് വിലയൊക്കെ കൊടുത്ത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാകും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് നോക്കി പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ എസും പിയും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ചൊരു പേര് പറയും. അതായത് എസിലും പിയിലും 2 ബ്ലോക്കുകളാണ്. ആ 2 പേരിലും നമ്മൾ ലോഹങ്ങള്, അലോഹങ്ങള്, അതുപോലെ തന്നെ ഉപലോഹങ്ങള്, റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഇവരെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വിളിക്കുന്നത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഇതിനെ എന്താണ്, ആന്തരിക ഷെല്ലിൽ, അതായത് ഡി സബ് ഷെല്ലിലെ ഊർജ്ജ നിലകൾ തമ്മിൽ വളരെ വ്യത്യാസമില്ല. ഏതൊക്കെ? എസും പിയും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുയോജ്യമായ സാഹചര്യത്തിൽ ഈ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഈ സംക്രമണ മൂലകങ്ങളെല്ലാം, അതായത് ഡി ബ്ലോക്കുകാരെല്ലാം വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു പോവുക. എന്തുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്? അതായത് എസ് സബ്ഷെല്ലിലെയും ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ ആ ഒരു ഊർജ്ജ നിലകൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസം ഇല്ലാത്തതിനാൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എല്ലാ ആൾക്കാരും, എല്ലാ ഇലക്ട്രോണുകളും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. ഡി ബ്ലോക്കിന്റെ അതിൽ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരാൻ സാധ്യത. നിറമുള്ള സംയുക്തങ്ങൾക്ക് ഒരു 2-3 ഉദാഹരണം ഉണ്ടെന്ന് പഠിച്ചു നോക്കി. ഇത് നിങ്ങൾക്ക് അറിയാം. കോപ്പർ സൾഫേറ്റ്, തുരിശ്, കോബാൾട്ട്, നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഫെറസ് സൾഫേറ്റ്. അപ്പൊ ഇതിന്റെയൊക്കെ എന്താണ് നിറമുള്ള സംയുക്തങ്ങൾ ഇതല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കോപ്പർ സൾഫേറ്റ് നല്ല നീല നിറമുള്ളതാണ്, പൊന്മാൻ നീല കളറുള്ളതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, KMnO4 വയലറ്റ് നിറത്തിലുള്ള പർപ്പിൾ കളറുള്ള ഡി ബ്ലോക്കിന്റെ സംയുക്തമാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഇതെല്ലാം. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് നിറമുള്ള സംയുക്തങ്ങളെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നീല ബോക്സിലുള്ളതാണ് അതിന്റെ ആൻസർ. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അതിനെന്താ കാരണം? അതിന്റെ അയോണിന്റെ സാന്നിധ്യമാണ്. ഇപ്പൊ ഫെറസ് സൾഫേറ്റ്, അതിലെ അയോൺ ഏതാന്ന് ചോദിച്ചാൽ Fe2+ ആണ്. അപ്പൊ ഫെറസ് അയോൺ ആണ് അവിടുത്തെ നിറത്തിന് കാരണം. ഫെറസിന് നീല നിറം, പച്ച നിറമാണ് ഫെറസിന്. ഫെറിക്കിന് റെഡിഷ് ബ്രൗൺ ആണ്. അപ്പൊ ഫെറസ് സൾഫേറ്റിന് ഫെറസ് അയണിന്റെ സാന്നിധ്യം മൂലമാണ് അതിലെ അത് സംക്രമണ മൂലകത്തിന്റെ അയോൺ എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ടാണ് അത് നിറം നൽകുന്നത്. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങളെ ഉൾപ്രേരകങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. അതേപോലെ തന്നെ നിറമുള്ള സംയുക്തങ്ങളായതുകൊണ്ട് ഗ്ലാസിന്റെ ഒക്കെ നിർമ്മാണത്തില് ഗ്ലാസിന് നിറം നൽകാനും പെയിന്റിങ്ങിനും മറ്റും സംക്രമണ മൂലകങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. ഇനി F ബ്ലോക്ക് ആണ്. F ബ്ലോക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് പഠിക്കാനില്ല. എന്നാലും ഉള്ളത് നിന്ന് അവർ ചോദ്യം ചോദിക്കാറുണ്ട്. പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ കാണപ്പെടുന്ന 2 നിര മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? F ബ്ലോക്ക് മൂലകങ്ങൾ. ആ 2 നിരയുടെയും പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും. ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? F ബ്ലോക്ക് മൂലകങ്ങൾ. അന്തസംക്രമണ മൂലകങ്ങൾ എന്നാണ് അവർ പറയുന്നത്, അവരെ വിളിക്കുന്നത്. അതേപോലെ തന്നെ
ഇതിന്റെ പിന്നെ പീരീഡുകൾ ചോദിക്കാൻ ചിലപ്പോൾ. ലാന്തനോയിഡിന്റെ പീരീഡ് 6ഉം ആക്ടിനോയിഡിന്റെ പീരീഡ് 7ഉമാണ്. മറന്നുപോകരുത് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനം അതിനകത്ത് നോക്കേണ്ടത്. ലാന്തനൈഡുകളുടെ പീരീഡ് 6ആണ്, ആക്ടിനൈഡുകളുടെ പീരീഡ് 7ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ എല്ലാവരും എഫ് ബ്ലോക്ക് മൂലകങ്ങളിലെ എല്ലാവരും ഡിയിലെ പോലെ തന്നെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ മുക്കാലും കൃത്രിമമാണ്, കൂടാതെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് വരെ ഉപയോഗിക്കുന്നുണ്ട്. ഉൾപ്രേരകമായിട്ട് ഇപ്പോൾ പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ഇതിൽ ഏതെങ്കിലും 2 ഉപയോഗം നിങ്ങൾ പഠിച്ചിട്ട് പോകണം, മറന്നു പോകരുത്. ഇനിയും ഇപ്പൊ ഇങ്ങനെ ഒരു പീരിയോഡിക് ടേബിളിന്റെ മോഡൽ തന്നിട്ട് ചോദിക്കുകയാണ്, ലോഹീയ സ്വഭാവം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ലോഹങ്ങൾ എപ്പോഴും ഡി ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, ഇവിടെ സിയും ഡിയും വനേഡിയം, ക്രോമിയം എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ എയും ബിയും. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്നതാണ്, ലോഹ സ്വഭാവം ഉള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് ലോഹ സ്വഭാവം കൂടുതലുള്ളതാണ്. അപ്പൊ ശുദ്ധമായ ലോഹങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ സിയും ഡിയും എന്ന് പറയും, അല്ലെ? ഇനി എയും ബി എന്ന്, എ എന്താണ്? ആൽക്കലി ലോഹമാണ്. ബി എന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ പിന്നെ മൂലകം ഇതിൽ ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതിന് യഥാർത്ഥ പ്രതീകമൊന്നും അല്ല, ഇത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് അറിയാമോ? ഈ 17ാം ഗ്രൂപ്പിലുള്ളവർക്കാണ്, അതായത് ജി ആണ്. ഇനി അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള ആർക്കാണെന്നറിയാം? എച്ച് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് 18ാം ഗ്രൂപ്പിലുള്ള എന്താണ് ഇനർട്ട് ഗ്യാസ് എന്ന് പറയുമല്ലോ, എന്തോ അതിന് മലയാളം ഉത്കൃഷ്ട മൂലകങ്ങൾ, അവർക്കാണ് ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം ഉള്ളത്. ആ രീതിയിലുള്ള ഇൻഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കാം. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മോൾ സങ്കല്പനമൊക്കെയാണ് വരുന്നത്. ആ മോൾ സങ്കല്പനത്തിൽ എന്താണ് മോൾ എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. മോളിന്റെ ആ ഒരു സംഖ്യ ഓർത്തിരിക്കുക. 6.022 × 10⁻23 എന്നുള്ളത്, അതാണ് മോൾ എന്നുള്ളത്. ഇനി ആദ്യം തന്നെ പിന്നെ ഇവർ പറയുന്നത് വാതകങ്ങളുടെ പ്രസ്താവനകളുണ്ട്. വാതകങ്ങളുടെ പ്രസ്താവനകൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകണം. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിന്റെ വ്യാപ്തം എങ്ങനെയാണെന്നുള്ളത്, ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ വ്യാപ്തം വളരെ കുറവാണ്. എല്ലാ ദിശകളിലേക്ക് ഇവർ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമരഹിതമായ ചലനമാണ് ഇവർക്കുള്ളത്, അല്ലെ? അതിന്റെ ഫലമായിട്ട് ഭിത്തിയിലും, ഒരു പാത്രമാണ് എടുക്കുന്നത്, അതിന്റെ ഭിത്തികളിലും അവ തമ്മിലും കൂട്ടിയിടിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് വാതക മർദ്ദം ഉണ്ടാകുന്നു. ഇതൊക്കെ വളരെ പ്രധാന പോയിന്റ് ആണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടേ പോകാനുള്ള എക്സാം എഴുതാനായിട്ട്. ഇനി ഇലാസ്റ്റിക സ്വഭാവമുള്ളതാണ് ഇവരുടെ എല്ലാം കൂട്ടിമുട്ടലുകൾ. അതുകൊണ്ട് തന്നെ ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല. ഇനി അതുപോലെ തന്നെ വാതകന്മാത്രകൾ തമ്മിലും, തന്മാത്രകൾ പാത്രത്തിന്റെ ഭിത്തിയിലും തമ്മിലുള്ള കൂട്ടിയിടി, അതുകൊണ്ട് തന്നെ അവർക്ക് ആകർഷണം തീരെയില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് പൂർത്തിയാക്കി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. നോക്കിയാൽ വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതൽ, തന്മാത്രകൾ തമ്മിലുള്ള അകലമോ വളരെ കൂടുതലാണ്, തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യമോ അതും വളരെ കൂടുതലാണ്. ഇനി ആകർഷണ ബലം മാത്രം വളരെ കുറവാണ്. ഇനി വ്യാപ്തം, ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ ഒരു വാതകം എടുക്കുന്നത് ആ പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും വാതകത്തിനുള്ളത്. ഇനി ഭാഗത്തുനിന്ന് അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. എന്നാലും ബലം, മർദ്ദം എന്താണെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. ഇനി പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവ് തന്നെയാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് താപനില എന്ന് പറയുന്നത്. അവർ എത്രമാത്രം കൂടുതൽ ഓടുന്നുണ്ടോ, അതായത് വാതക തന്മാത്രകൾ, അപ്പോഴാണ് അതിന്റെ ആകെ ആ ഊർജ്ജത്തിന്റെ അളവിനെ വിളിക്കുന്നതാണ് താപനില എന്നുള്ളത്. അപ്പോൾ ഇതിന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ വാതകങ്ങളുടെ താപനില എന്ത് ചെയ്യും? കൂടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ചൂടാക്കുമ്പോൾ ഇതിന്റെ ചലനത്തില് സ്പീഡ് വളരെ കൂടും. ഇനി ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഗതികോർജ്ജമാണ്. അടുത്ത കുറച്ച് നിയമങ്ങളാണ്. ആദ്യമായിട്ട് വരുന്നത് ബോയിൽ നിയമമാണ്. അതായത് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. സ്ഥിരമായ താപനിലയിൽ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് ആ നിയമം. അപ്പോൾ നിങ്ങളോട് ചോദിക്കാവുന്നത് ചിലപ്പോൾ ബോയിൽ നിയമം ഏതൊക്കെ ടേംസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. മർദ്ദവും വ്യാപ്തവും. അപ്പൊ സ്ഥിരമായ താപനിലയിലാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഗണിത രൂപം അറിഞ്ഞിരിക്കണം. V അനുപാതം 1/P, അല്ലെങ്കിൽ PV = സ്ഥിരസംഖ്യ. അതുകൂടാതെ ഒരു ഗണിത രൂപം കൂടെ ഉണ്ട്, P1 V1 = P2 V2. ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിൽ ഒരു സന്ദർഭം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കറിയാം, അക്വേറിയം കാണിച്ചിട്ടുണ്ട്. ഈ അക്വേറിയത്തിലെ കുമിളകൾ ഏറ്റവും താഴ്ന്ന് മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ രീതി നോക്കുക. ജലത്തിനടിയിൽ മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? വ്യാപ്തം, കുമിളകളുടെ ആ ഒരു വലിപ്പം വളരെ കുറവാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വ്യാപ്തവും മർദ്ദവും തമ്മിൽ വിപരീത അനുപാതമാണെന്നുള്ളത്. മർദ്ദം കൂടുതലായതുകൊണ്ട് അവരുടെ വ്യാപ്തം കുറഞ്ഞിരിക്കുന്നു. ഇനി കുമിളകൾ സർഫസിലേക്ക് വരുമ്പോൾ, അതായത് മുകളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കുറയും. അപ്പൊ അതിന്റെ വ്യാപ്തം കൂടും. അപ്പോൾ എന്താ അതിൽ സംഭവിക്കുന്നത്? കുമിളകളുടെ വലിപ്പം കൂടി വരുന്നു. അപ്പൊ അത് അങ്ങനെയുള്ള നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഉദാഹരണങ്ങളൊക്കെ ചോദിക്കാം. അടുത്തൊരു നിയമം വരുന്നത് ചാൾസ് നിയമമാണ്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് അവിടെ. അപ്പോൾ സ്ഥിരമായ മർദ്ദത്തിൽ വ്യാപ്തം താപനിലയുമായിട്ട് നേരനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പിന്നെ നിയമം. അപ്പോൾ ഇവിടെ കുറച്ച് ടേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ന്യൂമറിക്കൽ. അത് V1/T1 = V2/T2 എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതില്
ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട സമവാക്യം ഇവിടെ പറയുന്നുണ്ട്. V/T = ഒരു സ്ഥിരസംഖ്യ എന്നുള്ളത് പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ V അനുപാതം T എന്ന് എഴുതിയാൽ മതിയാവും. ഇല്ലെങ്കിൽ V/T = ഒരു സ്ഥിരസംഖ്യ. ഇനി ഇതിന്റെ അല്ലാതുള്ള ഗണിത രൂപം V1/T1 = V2/T2 എന്നുള്ളത് എഴുതണം. ഇനി ഇത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സന്ദർഭം എഴുതാൻ പറഞ്ഞാൽ എന്താ, ബലൂണ് വീർപ്പിച്ച് വെയിലത്തിടുന്നു, അത് വേഗം പൊട്ടിപ്പോകുന്നു. അത് നമ്മൾക്ക് എന്താണ്, ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താപനില കൂടുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും, കൂടുന്നു എന്നുള്ളതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി ഒരു ലോ കൂടിയുണ്ട്, അത് നമ്മുടെ അവഗാഡ്രോ നിയമമാണ്. താപനിലയും മർദ്ദവും ഒക്കെ സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. അപ്പൊ വ്യാപ്തം കൂടുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തിലെ കണ്ടന്റ്. അപ്പോൾ 5 ലിറ്റർ ഓക്സിജൻ എടുക്കുന്നു, 10 ലിറ്റർ ഓക്സിജൻ എടുക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ തന്മാത്രകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 10 ലിറ്ററിനകത്തെന്ന് പറയാം, അല്ലെ? അപ്പൊ 5 ലിറ്ററിൽ നിന്നും 10 ലിറ്ററിലേക്ക് ആകുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. ഇത് മാത്രമേ ഉള്ളൂ അവഗാഡ്രോ പറയുന്നത്. അപ്പൊ ഈ നിയമങ്ങൾ ഇത് ഇത്രയും പഠിച്ചു വെക്കുക. നേരത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, SLC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ബലൂൺ ഊതി വീർപ്പിക്കുന്നു, അത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മൾ ഊതുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വായുവിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ അതിലെ തന്മാത്രകളുടെ എണ്ണം കൂടും. അത് ഏത് നിയമമായിട്ടാണ് ബന്ധപ്പെട്ടത്? അവഗാഡ്രോ നിയമവുമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അതേപോലെ തന്നെ ഇതിലെ മോളാർ വ്യാപ്തം, അതായത് ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തമായ 22.4 ലിറ്റർ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്. അത് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇനി ഈ ന്യൂമറിക്കലൊന്നും നിങ്ങൾ ഇതിവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. ഇത് മിക്കവാറും ഒരു ചാർട്ട് തന്നിട്ട് അത് ഫില്ല് ചെയ്യാനൊക്കെ ആയിരിക്കും. GAM ഗ്രാം അറ്റോമിക് മാസ് ആണ്, GMM ഗ്രാം മോളിക്കുലർ മാസ് ആണ്. ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം പഠിച്ചു വെക്കണം. തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GAM ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം കേട്ടോ. ആറ്റങ്ങളുടെ എണ്ണം സമം മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ അറ്റോമിക മാസ്, GAM ഗ്രാം അറ്റോമിക മാസ്. അത് ഹരിച്ചിട്ട് അതിന്റെ കൂടെ എന്തും കൂടെ ചേർക്കണം, അവഗാഡ്രോ നമ്പർ കൂടെ ചേർക്കണം. അങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇനി തന്മാത്രകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ഏത് മൂലകമാണോ അല്ലെ തന്മാത്രയാണോ അതിന്റെ GMM ആണ് എടുക്കേണ്ടത്, ഗ്രാം മോളിക്കുലാർ മാസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അതിന്റെ കൂടെ അവഗാഡ്രോ നമ്പറും കൂടി ചേർക്കണം. ഇവിടെ 46 ഗ്രാം സോഡിയം തന്നിട്ടുണ്ട് നോക്കി. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാം എന്ന് പറയുന്നത് 46 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 ആണ്. അതിൽ GAMകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 46/23 2 GAM എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിലെ GMM ചോദിക്കാൻ സാധ്യതയില്ല, കാരണം സോഡിയം ഒരു എന്താണ്, മോണോ അറ്റോമിക് ആണ്. ചിലപ്പോൾ ഓക്സിജൻ തന്നിട്ട് ചോദിക്കാം, ഇതിലെ തന്മാത്രകളുടെ എണ്ണം എത്ര, ആറ്റങ്ങളുടെ എണ്ണം എത്ര. ആറ്റങ്ങളുടെ എണ്ണമാണ് ഈ രീതിയിൽ എഴുതുക, ഗ്രാം അറ്റോമിക് മാസ് താഴെ എഴുതുക. ഇനി തന്മാത്രകളുടെ എണ്ണമാണ് ചോദിക്കുന്നെങ്കിൽ എന്ത് എഴുതുക, ഓക്സിജന് GAM 16 ആണ്, GMM എത്ര ആയിരിക്കും, 32 ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ കൂടെ അവഗാഡ്രോ നമ്പറോട് ചേർത്ത് വേണം തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതാണ് ഇവിടെ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ മോളാറ്റങ്ങൾ ഇത് കണ്ടോ, ഒരു GAM എന്ന് പറയുന്നത് 12 ഗ്രാം കാർബൺ ആണ്. അതിൽ അവഗാഡ്രോ നമ്പർ കാർബൺ ആറ്റങ്ങൾ ഉണ്ട്, അതിനെ 1 മോൾ കാർബൺ എന്ന് വിളിക്കാം. എല്ലാത്തിന്റെ അറ്റോമിക മാസിൽ അത്രയും എണ്ണം, അതായത് 1 GAM നൈട്രജൻ ആയിരിക്കും, നൈട്രജൻ ആണെങ്കിൽ. അതേപോലെ തന്നെ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അവഗാഡ്രോ നമ്പർ തന്നെ ആയിരിക്കും. ഇതാണ് ഒരു അടിസ്ഥാന അറിവെന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു മോളിന് ചോദിച്ചാൽ ഈ സംഖ്യ, അതായത് 6.022 10⁻23 കണികകളുടെ മാസ് ആണ് എന്ത്, ഒരു മോൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ മോളിക്കുലാർ മാസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അത് പറയുന്നില്ല. അപ്പം അതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. തന്മാത്രകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്നത് ഈ ചാർട്ടിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും പഠിച്ചതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. 28 ഗ്രാം നൈട്രജൻ, അത് 1 GMM നൈട്രജൻ എന്ന് പറയും, ഗ്രാം മോളിക്കുലാർ മാസ്. അതായത് ഒരു മോൾ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് 28 ഗ്രാം, ഒരു നൈട്രജന്റെ മാസ് 14 ആണ്. ഇവിടെ 2 എണ്ണം ഉണ്ട്, അപ്പൊ 28 എന്ന് പറയുന്ന 1 GAM എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഒരു GMM എന്ന് എഴുതാൻ പറ്റുള്ളൂ. GAM എത്രാന്ന് ചോദിച്ചാൽ അതാ ലെഫ്റ്റിൽ എഴുതിയിട്ടുണ്ട്, 2 GAM ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ എത്രാന്ന് ചോദിച്ചാൽ അവഗാഡ്രോ നമ്പർ ആണ്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ എത്രാന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്, 2 ഗുണം അവഗാഡ്രോ നമ്പർ ആണ്. കാരണം ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ 14 ഗ്രാം നൈട്രജൻ ആണെങ്കിൽ മാത്രമേ 6.022 10⁻23 ആറ്റങ്ങൾ ഉണ്ടാവൂ. ഇവിടെ ഇപ്പൊ എത്ര ഉണ്ട്, 28 ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇരട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 2 ഗുണം ഈ അവഗാഡ്രോ സംഖ്യ കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും താഴത്തെ പോയിന്റ് കണ്ടോ, 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ 2 മോൾ നൈട്രജൻ ആണ്. 2 മോൾ നൈട്രജൻ ആറ്റങ്ങളാണ്. റൈറ്റ് സൈഡിൽ തന്മാത്രകൾ അങ്ങനെ 2 മോളിന് എഴുതാൻ പറ്റുമോ? ഇല്ല, തന്മാത്രകളായതുകൊണ്ട് അത് എത്രയാണ്, 1 മോളാണ്. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം ആൻസർ ചെയ്യാം. മോളാർ വ്യാപ്തം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തമായിട്ടുള്ള 22.4 ലിറ്റർ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോളാർ വ്യാപ്തം. ഒരു മോൾ ഓക്സിജൻ എടുത്താൽ അതിന്റെ മോളാർ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചാൽ 22.4 ആണ്. അങ്ങനെ ഏത് വാതകം എടുത്താൽ. അതുപോലെ തന്നെ ഈ STP എന്താണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. 273 കെൽവിൻ താപനിലയും 1 ATM മർദ്ദം, ഇതിനെ വിളിക്കുന്ന പേരാണ് STP. മറന്നു പോകരുത്.
STP ഒരു വാതകത്തിന്റെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചാൽ 22.4 ലിറ്റർ ആണ്. ഇതനുസരിച്ച് മോളുകളുടെ എണ്ണയൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ക്രിയാശീല ശ്രേണി. അപ്പോൾ ഇതിലെ ക്രിയാശീല ശ്രേണിയിൽ ഇവിടെ ഒരു 3 ലോഹങ്ങൾ തന്നിട്ടുണ്ട്. സോഡിയം, എളുപ്പം എന്ന് പറഞ്ഞു പോകാം. സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഈ 3 നമ്മളൊന്ന്, കോപ്പർ നമ്മുടെ വീട്ടിലുണ്ട്, ചെമ്പ്. ഇത് തണുത്ത ജലത്തിൽ ലയിക്കുമോ? തണുത്ത ജലത്തിൽ പ്രവർത്തിക്കുമോ? ചൂടുള്ള ജലത്തിലും പ്രവർത്തിക്കുമോ? രണ്ടിലും പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ചെമ്പ് പാത്രങ്ങളൊക്കെ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 2 എണ്ണത്തിലും അതിന് പ്രവർത്തനമില്ല. ഇനി മഗ്നീഷ്യം ആണെങ്കിൽ തണുത്ത ജലത്തിൽ പ്രവർത്തിക്കത്തില്ല, എന്നാൽ ചൂടുള്ള ജലത്തിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കുന്നുണ്ട്. ഇനി സോഡിയം എന്താണ്? തണുത്ത ജലത്തിൽ തന്നെ അതിതീവ്രമായിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കുക, മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് പോലും പ്രവർത്തിക്കും. ഇവിടെ കിട്ടുന്ന മഗ്നീഷ്യം ഓക്സൈഡ് ആണ്, MgO. അതുപോലെ അലൂമിനിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രവർത്തന രീതി എങ്ങനെയാണ് നമ്മൾ വേഗം കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു സീരീസ് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോവുക കേട്ടോ. അതായത് ഇതിനെ ക്രിയാശീല ശ്രേണി എന്നാ പറയുന്നത്. അതായത് അതിന്റെ ക്രിയാശീലത, രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. നോക്കി, ആദ്യം പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന പൊട്ടാസ്യമാണ്. ഏറ്റവും കുറവ് പ്രവർത്തിക്കുന്നത് ഏറ്റവും താഴെ നിൽക്കുന്ന ആരാണ്? ഗോൾഡ് ആണ്, സ്വർണ്ണമാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എഴുതേണ്ട, നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. ആര്? ഈ ഹൈഡ്രജന് മുകളിലുള്ളവരെല്ലാം ഹൈഡ്രജനെ ആദേശം ചെയ്യും. എന്നാൽ ഹൈഡ്രജന് താഴെയുള്ളവരാരും എന്ത് ചെയ്യുന്നില്ല? ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ആദേശം ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ, നിങ്ങളോട് മുമ്പ് ഞാൻ ചോദിച്ചില്ലേ, സോഡിയം, അതുപോലെ മഗ്നീഷ്യം, കോപ്പർ. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ക്രിയാശീല ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ നിൽക്കുന്ന സോഡിയമാണ്. അതുകൊണ്ട് അയാൾ തീവ്രമായി പ്രവർത്തിക്കുന്നത്. രണ്ടാമത് കണ്ടോ, മഗ്നീഷ്യം കണ്ടോ? അത് കഴിഞ്ഞിട്ട് കോപ്പർ എവിടെയാണ്? താഴെയാണ്. ഏറ്റവും കുറവാണ് ക്രിയാശീലത. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ആൻസർ വന്നാലും എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിയാശീല ശ്രേണി നന്നായിട്ട് പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇതിലെല്ലാം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ഓരോരോ ടെസ്റ്റ് ട്യൂബിലും എടുത്തിരിക്കുന്ന ലോഹങ്ങൾ, ആദ്യത്തേതിനകത്ത് ഇരുമ്പിട്ടിട്ടുണ്ട്, രണ്ടാമത്തേതിൽ മഗ്നീഷ്യം, മൂന്നാമത്തേതിൽ കോപ്പർ, നാലാമത്തേതിൽ ലെഡ്, അഞ്ചാമത്തേതിൽ സിങ്ക്. കണ്ടോ? ഈ മൂലകങ്ങളെല്ലാം ഒന്ന് നോക്കി. ഇരുമ്പ്, മഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക്. ക്രിയാശീല ശ്രേണി 5 പേരിലും ഏറ്റവും ആദ്യം നിൽക്കുന്ന ആൾ ആരാണെന്ന് നോക്കാം. സിങ്ക് ആണ്. നോക്കി, കണ്ടോ? സിങ്കിന്റെ സ്ഥാനമാണ് ഏറ്റവും ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ആരൊക്കെ? ഇരുമ്പ്, അതുപോലെ തന്നെ ലെഡ്, അതുപോലെ കോപ്പർ, ഇതൊക്കെ വരുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ആദ്യം പറയും, ഏറ്റവും കൂടുതൽ കുമിളകൾ ഇവിടെ കാണപ്പെടുന്നത് സിങ്കിൻ കഴിഞ്ഞതിന് മേളിൽ ഒരാളുണ്ട്, മഗ്നീഷ്യം. കണ്ടോ? ഇവിടെ മഗ്നീഷ്യം നിൽപ്പുണ്ട്. അപ്പൊ ഇവിടെ കുമിളകൾ ഏറ്റവും കൂടുതൽ ഏതിലാ വന്നിരിക്കുന്നത് നോക്കി? മഗ്നീഷ്യത്തിലാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ക്രിയാശീല ശ്രേണിയുടെ സ്ഥാനം വെച്ചിട്ടാണ്. കണ്ടോ? മഗ്നീഷ്യമാണ് ഏറ്റവും കൂടുതൽ കുമിളകൾ. പിന്നെ രണ്ടാമത് വരുന്നതാണ് നമ്മുടെ സിങ്ക്. പിന്നെ അതിൽ കുറവ് വരുന്നത് ആരാണ്? അയൺ ആണ്. അത് കഴിഞ്ഞിട്ട് ലെഡ്. ഇതിലൊട്ടും കുമിളകൾ വരാത്ത ആർക്കാണ്? കോപ്പറാണ്. എന്താ കാര്യം? ഹൈഡ്രജന്റെ താഴെയാണ് സ്ഥാനം. ഇത് പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ക്രിയാശീല ശ്രേണി എന്ന് ചോദിക്കാൻ, ലോഹങ്ങളെ അവയുടെ ക്രിയാശീലത കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. അതുപോലെ തന്നെ ഇതുണ്ട്, ഈ ഒരു റിയാക്ഷൻ നോക്കിക്കേ. ഈ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഇതിലെ രാസപ്രവർത്തനം നടക്കുമോ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലെ സിങ്ക് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടേക്ക്, കോപ്പർ സൾഫേറ്റിലേക്ക്. അപ്പൊ സിങ്കിന് ശക്തി കൂടുതലാണ് കോപ്പറിനേക്കാൾ. അതുകൊണ്ട് അവിടെ കോപ്പറിനെ സിങ്ക് എന്ത് ചെയ്യും? ആദേശം ചെയ്യും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. വരുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചിട്ട് വേണം. നിങ്ങളെ ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇത് കണ്ടോ? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സിൽവറിന്റെ മുകളിൽ +1 ആണ്, NO3 മുകളിൽ -1 എന്ന് എഴുതുക. കോപ്പർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ 0 ആണ്. ഇനി റൈറ്റ് സൈഡ് വരുമ്പോൾ കോപ്പർ എപ്പോഴും സാധാരണ കാണിക്കുന്ന ഓക്സീകരണാവസ്ഥ +2 അല്ലെങ്കിൽ 2+. ഇനി നൈട്രേറ്റിന്റെ അവർ എഴുതിയിട്ടുണ്ട് -1. റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ എഴുതാൻ നമുക്ക് പാടില്ല. സിൽവർ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ മുകളിൽ എന്ത് എഴുതാം? 0. എപ്പോഴും ഓർക്കുക, സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. പിന്നെ ഇതിലൊക്കെ നടക്കുന്ന അതായത് ആദേശ രാസപ്രവർത്തനം ഈ ബീക്കറുകളിലൊക്കെ നടക്കുമോ? ഇനിയൊക്കെ മഗ്നീഷ്യം കോപ്പറിൽ മുക്കി വെച്ചിരിക്കുന്നു. മഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്, അതുകൊണ്ട് രാസപ്രവർത്തനം നടക്കും. രണ്ടാമത്തതില് രാസപ്രവർത്തനം നടക്കത്തില്ല. കോപ്പറിനേക്കാൾ ക്രിയാശീല ശ്രേണിയിൽ താഴെയാണ് സിൽവർ. ഇനി അടുത്ത് നോക്കിയാൽ മഗ്നീഷ്യം സിങ്കിൽ മുക്കി വെച്ചിരിക്കുന്നു. സിങ്കിനേക്കാൾ ശക്തി കൂടുതലാണ് മഗ്നീഷ്യം, അതുകൊണ്ട് രാസപ്രവർത്തനം നടക്കും. അടുത്തതിലും നടക്കും, കാരണം സിൽവറിനേക്കാൾ ശക്തി കൂടുതലാണ് മഗ്നീഷ്യത്തിന്. അടുത്തതിൽ രാസപ്രവർത്തനം നടക്കത്തില്ല, കാരണം എന്താ? കോപ്പർ, ചെമ്പിന് ക്രിയാശീലത ആരെക്കാട്ടി കുറവാണ് നമ്മുടെ മഗ്നീഷ്യത്തെക്കാൾ. അപ്പൊ അങ്ങനെ അതുണ്ടോ? അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ക്രിയാശീല ശ്രേണിയിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഗാൽവനിക് സെൽ പറയേണ്ടതില്ലല്ലോ. ഗാൽവനിക് സെൽ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. സിങ്ക് കോപ്പറും കൂടെ ചേർന്ന ഒരു 2 അർദ്ധ സെല്ലുകൾ കൂടി ചേർന്ന സെല്ലാണ് ഏത്? ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇതിനെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന സെല്ലാണ്. ആനോടും കാതോടും ഇതിലുണ്ട്. ആനോട് കാതോട് അടയാളപ്പെടുത്താൻ ചിലപ്പോൾ പറയും. സോൾട്ട് ബ്രിഡ്ജിന്റെ ധർമ്മം ചോദിക്കും. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇതിന്റെ ധർമ്മം. അതേപോലെ തന്നെ അയോണുകളുടെ പോസിറ്റീവ് അയണുകളുടെയും നെഗറ്റീവ് അയണുകളുടെയും എണ്ണം
തുല്യമാക്കി നിർത്തുക. ഇതൊക്കെ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് വഹിക്കുന്ന ധർമ്മങ്ങളാണ്. അതേപോലെ തന്നെ ഇതില് ഇലക്ട്രോൺ പ്രവാഹ ദിശ വരച്ച് കാണിക്കാനായിട്ട് ചോദിക്കാം. അതിന് സിമ്പിൾ ആയിട്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ആനോട് കാഥോഡ് ആരൊക്കെയാണെന്നും ആനോട് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ഒക്കെ പഠിച്ചിട്ട് പോകണം. ആ ചിത്രം ചിലപ്പോൾ ഇത് തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട്. അതുകൂടാതെ മറ്റേതെങ്കിലും തന്നിട്ട് അതിൽ നിന്നും സെൽ ഉണ്ടാക്കാൻ പറയാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ക്രിയാശീല ശ്രേണി പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഗാൽവനിക് സെല്ലിന്റെ പിന്നെ ഓക്സീകരണ നിരോക്സീകരണം ഒക്കെ ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ. ഇത് മാത്രം പഠിച്ചിട്ട് പോയാലും മതി. കണ്ടോ, സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. ഈ താഴെ കൂട്ടി എഴുതിയിരിക്കുന്ന പ്രവർത്തനമാണ് ഏത്? റിഡോക്സ് പ്രവർത്തനം എന്ന് പറയും. റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനമാണ് റിഡോക്സ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി ഒരു സെല്ലിനെ ഏതാണ്ട് ഇത് സിങ്ക് കോപ്പർ സെൽ, ഇതിനെ വിളിക്കുന്ന പേര് സെല്ലിന്റെ പേര് ഇങ്ങനെയാണ്, സിങ്ക് കോപ്പർ സെൽ എന്നാണ്. ഗാൽവനിക് സെൽ തന്നെയാണ്. ഇതിൽ ആനോഡ് ആരായിരിക്കും? സിങ്ക്. ആദ്യം നിൽക്കുന്ന ആളാണ് ആനോഡ്, രണ്ടാമതുള്ള ആള് കോപ്പർ, കാഥോഡ്. ഇനി വൈദ്യുത വിശ്ലേഷണ സെല്ലാണ്. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ഊർജ്ജമാറ്റം തിരിച്ചാ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ സെല്ലിലെ എങ്ങനെയായിരുന്നു? രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇതിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് ചോദിക്കാം. വൈദ്യുതി കടത്തി വിടുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം. ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണം ചോദിക്കാം. എല്ലാ ആസിഡുകളും ആൽക്കലികളും ലവണങ്ങളും ഇലക്ട്രോലൈറ്റുകളാണ്. ഇതില് നമ്മുടെ ഗാൽവനിക് സെല്ല് വോൾട്ടായിക് സെല്ലുമായിട്ട് വ്യത്യാസമുണ്ട്. അവിടെ ആനോഡ് കാഥോഡിന്റെയും ചാർജ് വ്യത്യാസമായിരുന്നു. അവിടെ കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ഇവിടെ നോക്കി, കാഥോഡിന് നെഗറ്റീവ് ചാർജും ആനോഡിന് പോസിറ്റീവ് ചാർജുമാണ്. സെല്ലിന്റെ ഒരു സെല്ല് നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ ചിത്രത്തില്, വലിയ വര സൂചിപ്പിക്കുന്നത് സെല്ലിന്റെ പോസിറ്റീവിനെയാണ്. കണ്ടോ, സെല്ലിന്റെ പോസിറ്റീവ് ഈ ആനോഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് ചാർജ്. ഇവിടെ കാഥോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു നെഗറ്റീവ്. അതിൽ നിന്നും CNAP അത് ഓർത്താൽ മതി. കാഥോഡ് നെഗറ്റീവ്, ആനോഡ് പോസിറ്റീവ്, വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ മാത്രം. അപ്പോൾ ഇതില് അതൊക്കെ പഠിക്കുക. കാറ്റയോണും ആനയോണും. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയണുകളെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. നെഗറ്റീവ് അയോണിനെ ആനയോൺ എന്ന് വിളിക്കുന്നു. ഇനിയും ഇതില് ഉരുകിയ ഉപ്പിനകത്ത് ഇത് ഇത്രയേ ഉള്ളൂ, സോഡിയം ക്ലോറൈഡ്. കണ്ടല്ലോ, ഇതില് സോഡിയത്തിന് വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് സോഡിയം ക്ലോറിനും മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ കാഥോഡിൽ സോഡിയവും ആനോഡിൽ ക്ലോറിനും ഉണ്ടാവും. എന്നാൽ ഇതിനകത്ത് ജലം ഒഴിക്കുമ്പോൾ അതിനകത്തിൽ എന്താണ് H2O കൂടി വരുന്നുണ്ട്. H2O കൂടെ വരുമ്പോൾ നമുക്ക് ഇവിടെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്നുകിൽ നിങ്ങൾ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ എന്താണ്? ക്ലോറിൻ നേരത്തെ പറഞ്ഞതിലെ പോലെ തന്നെ ആനോഡിൽ ക്ലോറിൻ തന്നെയാണ്. എന്നാൽ കാഥോഡിൽ സോഡിയം അല്ല ഉണ്ടാകുന്നത്. ആരാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ ഉപ്പ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ആ ബീക്കറിൽ അവശേഷിക്കുന്ന ലായനി എന്തായിരിക്കും? ഇവിടെ കൊടുത്തിട്ടുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതായത് ഒരു ആൽക്കലി ആയിരിക്കും. അതിനകത്ത് ഒരു തുള്ളി ഫിനോൾഫ്തലിൻ ഒഴിച്ചാൽ പിങ്ക് നിറം ലഭിക്കും. ഇനി ഇങ്ങനെ വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങളൊക്കെ ചോദിക്കാം. ലോഹ നിർമ്മാണം, ഈ ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ലോഹ നിർമ്മാണം, സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന്, ലോഹ ശുദ്ധീകരണത്തിന്. ഇനി പറഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഒരു ലോഹത്തിന്റെ പുറത്ത് മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ലോഹനാശനം തടയുന്നതിന് സഹായിക്കും ഈ ഇലക്ട്രോപ്ലേറ്റിംഗ്. പിന്നെ ലോഹത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കും. നമ്മൾ ഈ റോഡ് ഗോൾഡിന്റെ ഒക്കെ ആഭരണങ്ങൾ അങ്ങനെയല്ലേ, ചെമ്പിന്റെ പുറത്ത് സ്വർണത്തിന്റെ ചെറിയ ഒരു ലെയർ പൂശി വെക്കും. എന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് അതിനെ ചെമ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. അതായത് ചെമ്പ് പുറത്തേക്ക് കാണത്തില്ല, സ്വർണ്ണമാണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അതിന് നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ലോഹനാശനം തടയാനാണ് പലപ്പോഴും നമ്മൾ അതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഫീൽഡിലൊക്കെ ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന വിധം കണ്ട. ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് സാധനമാണോ, ഇപ്പൊ നമുക്ക് ഇവിടെ ചെമ്പാണ് പൂശുന്നത്, ആ ചെമ്പിന്റെ ഒരു ശുദ്ധമായ ഒരു ദണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് എപ്പോഴും എന്തായിരിക്കണം? ആനോഡായിരിക്കണം. വലിയ വര, ആനോഡ് പോസിറ്റീവ്. കണ്ടോ, കാഥോഡായിട്ട് എടുക്കേണ്ടത് ഏതാണ്? ഈ ഇരുമ്പ് വളയായിരിക്കണം. ഇതാണ് എല്ലാവർക്കും തെറ്റുന്നത്. ഈ ചിത്രം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. അതുകൊണ്ട് ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വരയ്ക്കാനായിട്ടല്ല, ചിലപ്പോൾ ചിത്രം തന്നിട്ട് ചോദിക്കാം ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്. അപ്പൊ ആനോഡ് എപ്പോഴും ഓക്സീകരണം നടത്തുന്നത്. നമ്മുടെ ഈ ചെമ്പിന്റെ ഈ ഒരു ദണ്ട് എന്ത് ചെയ്യുന്നു? ഇത് എടുക്കുന്ന ലായനി എപ്പോഴും കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ആയിരിക്കും, സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ആയിരിക്കും. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറയാവുന്ന കൂടി. അപ്പോൾ ഇതിപ്പം കോപ്പർ ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ലായനി നീലയാണ്, അതിനകത്ത് മുക്കി വെച്ചേക്കുക, ഇരുമ്പ് വളയുണ്ട് ഉണ്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ കോപ്പർ ആണ് ഓക്സീകരണം നടക്കുന്നത്. ആനോഡിനാണല്ലോ ഓക്സീകരണം. അപ്പൊ ഈ കോപ്പറിന്റെ കണികകളെല്ലാം ഈ ചെമ്പുവളയുടെ മുകളിൽ പറ്റി പിടിക്കും. അപ്പൊ കാഥോഡാണെങ്കിൽ മാത്രമേ ഈ ചെമ്പുവളയിലേക്ക് കോപ്പർ ആറ്റങ്ങൾ ഇവിടെ വന്ന് ചേരത്തുള്ളൂ. അപ്പൊ കോപ്പർ ഇരുമ്പുവളയുടെ മുകളിൽ കുറെ സമയം കഴിയുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഇരുമ്പുവള ഇലക്ട്രോപ്ലേറ്റിംഗ് കഴിയുമ്പോൾ എന്തായി മാറും? ചെമ്പുവളയായി മാറും. അതിന്റെ റിയാക്ഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Cu2++ 2 ഇലക്ട്രോൺ ഗീവ് Cu. ഇവിടെ കോപ്പർ അയോണുകൾക്ക് ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ സംഭവിച്ചത്? നിരോക്സീകരണം. മറന്നു പോകരുത്. ഇനി പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ചെമ്പ് തകിടിൽ നിന്ന് കോപ്പർ എന്തിനും വിധേയമാകുന്നുണ്ട്? ഓക്സീകരണത്തിനും വിധേയമാകുന്നുണ്ട്.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോപ്പറിന് ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നുണ്ട്. ഇവിടെ Cu2+ ആണ് ഇവിടെ എഴുതേണ്ടത് ഡാഷിന്റെ സ്ഥാനത്ത്. അപ്പൊ അതെന്തായാലും ചിത്രം വരയ്ക്കാനോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ചോദ്യമോ അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കിയാൽ വെള്ളിയാണ് ഇനിയും പൂശേണ്ടതെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് ഇവിടെ പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. സിൽവർ നൈട്രേറ്റ് ലായനിയും സോഡിയം സയനൈഡ് ലായനിയോ ഉപയോഗിക്കാം, സിൽവർ സയനൈഡ് ലായനിയും ഉപയോഗിക്കാം. ഇനി കൂടാതെ സ്വർണ്ണമാണ് പൂശുന്നതെങ്കിൽ രണ്ടുപേരുടെ സംയുക്തമാണ്, അതായത് സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും അവിടെ ഇലക്ട്രോലൈറ്റ് തയ്യാറാക്കുന്നത്, സ്വർണം പൂശുന്നത്. ഇനി വൈദ്യുത ലേപനത്തിന് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിട്ട് പോകുക. അതായത് ഇവിടെ 3 ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. സ്വർണം പൂശിയ ആഭരണങ്ങൾ, ക്രോമിയം പൂശിയ ഇരുമ്പുപിടികൾ, വെള്ളി പൂശിയ പാത്രങ്ങൾ, ഇവയെല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ടുണ്ട്. ഇനി ലോഹ നിർമ്മാണമാണ് അടുത്ത ചാപ്റ്റർ. ലോഹ നിർമ്മാണത്തിൽ വരുന്നത് അയിര് എന്താണെന്ന് ചോദിക്കാം, അയിരും ധാതുവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, അതിന്റെ ഒക്കെ ഡെഫിനേഷൻ പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ഇവിടെ അലൂമിനിയത്തിന്റെ അയിര് ഏതാണെന്ന് ചോദിക്കാം, ബോക്സൈറ്റ് ആണ്, അതിന്റെ കെമിക്കൽ ഫോർമുല ചോദിക്കാം. ഇരുമ്പിന് അതായത് അയണിന് 2 അയിരുകളുണ്ട്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. സിങ്കിന്റെ അയിരിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, കലാമിൻ അല്ലെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, ഫോർമുലയൊക്കെ പഠിച്ചോണം. കോപ്പറിന്റെ അയിരുകൾ കോപ്പർ പൈറൈറ്റിസ് ആണ്. കണ്ടോ താഴെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് എന്ന് പറയണം, സിങ്കിന്റെ. അലൂമിനിയത്തിന്റെ അയിര് ഏത്, ബോക്സൈറ്റ്. സൾഫൈഡ് അയിരുകൾ ഏതെല്ലാം ലോഹങ്ങൾക്കാണുള്ളത്, സൾഫർ അടങ്ങിയിട്ടുള്ളത് ഏതിനൊക്കെയാ ഉള്ളത്, കോപ്പറിനുണ്ട്, അതുപോലെ തന്നെ ഇതിനുണ്ട്, സിങ്കിനും ഉണ്ട്. ഇനി അയിരുകളുടെ സാന്ദ്രണമാണ്, അതിനെ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് മാലിന്യങ്ങളെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കും. അപ്പൊ അതില് അപദ്രവ്യത്തിന് കട്ടി കുറവാണെങ്കിൽ, അഴുക്കിന് കട്ടി കുറവാണ്, അപദ്രവ്യം എന്നാണ് അതിനിവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഗാങ് എന്ന് പറയും. ആ അപദ്രവ്യത്തിന് കട്ടി സാന്ദ്രത കുറവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, കഴുകും. അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ബാക്കിയുള്ള ഓർ എന്ന് പറയുന്ന അയിര് നമുക്ക് കിട്ടും. നന്നായിട്ട് അതിനെ ശുദ്ധീകരിച്ചാൽ ലോഹം കിട്ടും. അടുത്ത് നോക്കിയാൽ പ്ലവന പ്രക്രിയ. അപദ്രവ്യത്തിനാണെങ്കിൽ സാന്ദ്രത കൂടിയിരിക്കുക, അതായത് ചെളി പോലുള്ള അഴുക്കുകൾ, കല്ല്, മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിന് കട്ടി കൂടിയതാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രക്രിയ ഉപയോഗിക്കും, പ്ലവന പ്രക്രിയ എന്ന് പറയും. അതിന് സൾഫൈഡ് ഓറുകൾക്ക് മാത്രം നടത്തുന്ന പ്രക്രിയയാണിത്, പ്ലവന പ്രക്രിയ. അപ്പോൾ ഇതിനകത്തിൽ പൈനോയിലൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് സ്റ്റിർ ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ പതയായിട്ട് വന്ന് കിടക്കുന്നത് അയിരാണ്. താഴെ ആയിരിക്കും അതിന്റെ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നത്. ഇത് ഈ പ്രക്രിയ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തിൽ അപദ്രവ്യം ഉണ്ടാവും, അതിനെ അവസാനം ശുദ്ധീകരിച്ചെടുക്കും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന പ്ലവന പ്രക്രിയ ഏത് തരം അയിരുകൾക്കാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ നിങ്ങൾ സൾഫൈഡ് അയിരിനാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത കാന്തിക വിഭജനം. കാന്തികത ഉള്ള അയിരുകൾക്കുള്ളതാണ് ഈ കാന്തിക വിഭജനം. അതിനതെ ഈ ഒരു പേര് ഓർത്തിരിക്കുക, ടിൻ സ്റ്റോൺ. കാന്തിക വിഭജനം നടത്തുന്ന അയിര്, ഉദാഹരണം ടിൻ സ്റ്റോൺ. പിന്നെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, അത് നിങ്ങൾ ഇത് വിശദീകരണം ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ലീച്ചിങ്, ഏതെങ്കിലും ഒരു ലായനിയിൽ നമ്മൾ അയിരിനെ ചേർത്ത് രാസപ്രക്രിയ നടത്തുന്നതിനെയാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്നത്. എപ്പോഴും അത് ബോക്സൈറ്റിനാണ് ലീച്ചിങ് നടത്തുന്നത്. അതുപോലെ ഈ സാന്ദ്രീകരണം, അപ്പൊ 4 സാന്ദ്രീകരണ പ്രക്രിയ നമ്മൾ പറഞ്ഞു. അതിന് ശേഷം അതിൽ നിന്നും ബാക്കി ലോഹങ്ങളെ എങ്ങനെ വേർതിരിച്ചെടുക്കാം, അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറയാം. കാൽസിനേഷൻ, അതുപോലെ തന്നെ റോസ്റ്റിങ്. രണ്ടിന്റെയും ഡെഫിനിഷനും പഠിച്ചു വെക്കണം. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ 2 നിങ്ങൾക്ക് കാണാം. കാൽസിനേഷൻ, വായുവിന്റെ അസാന്നിധ്യത്തിൽ ആ ലോഹത്തിന്റെ അയിരിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ. അതിന് ചിലപ്പോൾ ഉദാഹരണമായിരിക്കും ചോദിക്കുന്നത്, ലോഹത്തിന്റെ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ആണ് ഇതിന് വിധേയമാക്കുന്നത്. അതിന് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആഹാര സാധനമൊക്കെ റോസ്റ്റ് ചെയ്യുന്നത് വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കും, ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ. അത് നമുക്ക് ഏതും പറയാം, കോപ്പർ സൾഫൈഡിനെ, സിങ്ക് സൾഫൈഡിനെ ഒക്കെ ചൂടാക്കുന്നത്. ഇനി എന്റെ നിരോക്സീകരണമുണ്ട്. ഇനി ഈ താഴെയുള്ള ഈ പോയിന്റ് പഠിച്ചോണം. ക്രിയാശീലം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇവയെ നമ്മൾ നിരോക്സീകരിക്കണമെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് നിരോക്സീകരിക്കുന്നത്. ഇനി ലോഹ ശുദ്ധീകരണത്തിൽ ഏറ്റവും പ്രധാനം വരുന്നത് ഉരുക്കി വേർതിരിക്കൽ. ഇത് എന്താണെന്നൊന്നും ചോദിക്കത്തില്ല കേട്ടോ. ഉരുക്കി വേർതിരിക്കൽ മൂലം ശുദ്ധീകരിക്കുന്ന ഏതൊക്കെ ലോഹങ്ങളാണെന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ടിന്നും ലെഡും. പഠിച്ചു വെച്ചോണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി സ്വേദന പ്രക്രിയ വഴി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. ഏതൊക്കെ? സിങ്കും കാഡ്മിയവും മെർക്കുറിയും. അതേപോലെ വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പർ. അത് ഈ ചിത്രമൊക്കെ ഒന്ന് നോക്കി കേൾക്കുക. കോപ്പറാണ് ഇവിടെ ആനോഡ്, കണ്ടോ, പോസിറ്റീവ്. ഇതേതാ? വൈദ്യുത വിശ്ലേഷണ സെല്ലാണ്. നമ്മളിപ്പോ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച അതേ കാര്യം തന്നെ. ഇത് വൈദ്യുത വിശ്ലേഷണ സെല്ല, കണ്ടോ. ശുദ്ധീകരിക്കേണ്ട ആൾ കോപ്പർ, അതിനെ ആനോഡിൽ കണക്ട് ചെയ്തു, ബാറ്ററിയുടെ പോസിറ്റീവ്. ഇനി അടുത്തത് എന്താ? ശുദ്ധമായ ഒരു കാഥോഡ്, ഒരു കോപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. ശുദ്ധമായ കോപ്പർ ഉണ്ട്, അത് കാഥോഡാണ്. അപ്പൊ ഈ അശുദ്ധമായ കോപ്പറിനെ എന്ത് ചെയ്യുന്നു? വൈദ്യുതി കടത്തി വിട്ട് കഴിയുമ്പോൾ ഇതിൽ നിന്നും കോപ്പർ മാത്രം ഈ ശുദ്ധമായ കോപ്പറിലേക്ക് വരും. അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ അടിവശത്ത് കണ്ടോ, മഡ് മാത്രം കാണും. ഇവിടെ നിന്ന് നല്ല ശുദ്ധമായ കോപ്പർ മുഴുവനും ഈ കാഥോഡായിട്ടുള്ള ശുദ്ധ കോപ്പർ ദണ്ടിലേക്ക് പറ്റിപ്പിടിക്കും. അവസാനം ഈ ശുദ്ധമായ കോപ്പറിന്റെ വണ്ണം കൂടി വരും. ഈ ആനോഡായിട്ടിരിക്കുന്ന ആളിന്റെ സ്ഥാനത്ത് താഴെ മഡ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ചെളി മാത്രം. അപ്പൊ ഇതിന് ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിന് ആനോഡ് ആരാണ്, കാഥോഡ് ആരാണെന്നൊക്കെ എഴുതണം. ആനോഡ് എന്താ? ശുദ്ധമായ കോപ്പറാണ്. കാഥോഡ് ആരാണ്? ശുദ്ധമായ കോപ്പറാണ്. ഇലക്ട്രോലൈറ്റ് ആരായിരിക്കും? ഇവിടെ എഴുതിയിട്ടുണ്ട് കോപ്പർ സൾഫേറ്റ്. ഏത് ആളിനെയാണോ ശുദ്ധീകരിക്കേണ്ട അതിന്റെ ലായനിയായിരിക്കും എടുക്കേണ്ടത്. ആനോഡിൽ നടത്തുന്ന രാസപ്രവർത്തനം സമവാക്യം എഴുതണം. ആനോഡിൽ ഓക്സീകരണമല്ലേ, ഇപ്പൊ Cu gives Cu2+ 2 ഇലക്ട്രോൺ. കാഥോഡിലാണെങ്കിലോ Cu2+ 2 ഇലക്ട്രോൺ gives Cu. ഇനി ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ രാസസമവാക്യം. അത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോവുക.
അതായത് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എന്തൊക്കെ സാധനങ്ങളെയാണ് ഇടുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. കോക്ക്, ചുണ്ണാമ്പുകല്ല്, ഹേമറ്റൈറ്റ്. അത് ചോദിക്കാവുന്നതൊക്കെ. ഇതിലെ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നത് ഏത് സംയുക്തമാണ്? കാർബൺ മോണോക്സൈഡ്. എവിടെയുണ്ട് കണ്ടോ, ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കോക്ക് രൂപത്തിലാണ് ഇടുന്നത്, പക്ഷേ അയാൾ കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും, എന്നിട്ടാണ് ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കുന്നത്. ഇനിയും ഫ്ലെക്സ്, സ്ലാഗും ഗാങ്ങും ഒക്കെ ആരാൻ ചോദിക്കാം. ഇതിനകത്തിലെ ഗാങ് ആരാൻ ചോദിക്കാം. അതായത് ഗാങ് ആയിട്ട് വരുന്നത് എപ്പോഴും മണ്ണാണ്, അതായത് സിലിക്കയാണ്. കണ്ടോ ഇവിടെ ഇതിന്റെ ഗാങ് ഇതാണ്. ഇനി ഫ്ലെക്സ് നമ്മൾ ആഡ് ചെയ്യുന്ന ചുണ്ണാമ്പുകല്ലിൽ നിന്ന് വിഘടിച്ച് കിട്ടുന്ന കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഫ്ലെക്സ്. ഫ്ലെക്സും ഗാങ്ങും ചേർന്നുണ്ടാകുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് സ്ലാഗ്. ഇത് റോഡ് ടാറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ഈ ഗാങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മാലിന്യം, അപദ്രവ്യം. ആ അപദ്രവ്യം അസിഡിക് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബേസിക് ആയിരിക്കണം, കിട്ടുന്ന ആള് ന്യൂട്രലും ആയിരിക്കും. അപ്പൊ അത് റിയാക്ഷൻ മുഴുവൻ നിങ്ങൾ നോക്കി പഠിച്ചിട്ട് പോവുക. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ ചിത്രത്തിന്റെ മുകളിൽ നോക്കിയാൽ അറിയാം. കോക്ക്, ചുണ്ണാമ്പുകല്ല്, ഹേമറ്റൈറ്റ് എന്നിവയുടെ മിശ്രിതമാണ്. ഇനി അതുപോലെ ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഗാങ് അതിലെ ആരാണ്? സിലിക്കൺ ഡയോക്സൈഡ്, SiO2. ഫ്ലെക്സ് ആരാണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. സ്ലാഗ് ആരാണ്? സ്ലാഗ് ഇവിടെ കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇക്വേഷൻ പഠിച്ചാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഈ ഇക്വേഷൻ മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്ലാഗ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. കണ്ടോ, സ്ലാഗ് രൂപീകരണത്തിന് പ്രവർത്തനത്തിന്റെ സമവാക്യം. ഇനി അലോയ് സ്റ്റീലിൽ അൽനിക്കോ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അൽനിക്കോ. എന്നിട്ട് അതിന്റെ കൂടെ അയണും കൂടെ ചേർക്കുക. അത് സ്ഥിരകാന്തവും ഒക്കെ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. നിക്രോമും സ്റ്റെയിൻലെസ് സ്റ്റീലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിനാണ് നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? നിക്കൽ, ക്രോമിയം, കാർബൺ, അയൺ. അതെല്ലാം പഠിച്ചോണം. അലൂമിനിയത്തിന്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന ഒരു പേര് ചോദിക്കും കേട്ടോ. അതിന്റെ പേരാണ് ഇവിടെയുണ്ട്, ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. അത് നിങ്ങൾ നോക്കിയാൽ 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരിന്റെ പകുതി വീതം എടുത്തിട്ടാണ് ആ പ്രക്രിയയ്ക്ക് പേരിട്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ പ്രത്യേകതയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈദ്യുത പ്രേക്ഷണം, പാചകപാത്രങ്ങൾ, റിഫ്ലക്ടറുകൾ, ഇതിനൊക്കെ ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് പഠിക്കുക. ബോക്സൈറ്റ് എടുത്തിട്ട് ലീച്ചിങ് നടത്തിയതിനു ശേഷം ഇവിടെ കിട്ടുന്നത് സോഡിയം ബോക്സൈറ്റ് Al2O3 2H2O ആണല്ലോ. സോഡിയം അലൂമിനേറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ സോഡിയം അലൂമിനേറ്റിനെ വീണ്ടും അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ജലവും ചേർത്ത് ഇളക്കുമ്പോൾ ഇവിടെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് വീണ്ടും കിട്ടും. അതിനെ ചൂടാക്കുമ്പോഴാണ് അലൂമിന ലഭിക്കുക. ഇവിടെ ചൂടാക്കുമ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ഇവിടെ എഴുതേണ്ടത് എന്താണ്? അവിടെ എഴുതേണ്ടത് Al2O3 എന്നാണ്. ആ Al2O3 അലൂമിന 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കിട്ടുന്ന പദാർത്ഥം അലൂമിനിയാണ്. ആ അലൂമിനിയെ ഇവിടെ കൊണ്ടുവന്ന് വൈദ്യുത വിശ്ലേഷണം നടത്തണം. ഉണ്ടോ, ഇത് സ്റ്റീൽ ടാങ്ക് ഒരു കാഥോഡും, ഈ കാർബൺ ബ്ലോക്ക് ഇവിടെ പ്ലസ് ഇട്ട് കാണിച്ചിരിക്കുന്നത് ആനോഡുമാണ്. ഇതിലേക്ക് നമ്മൾ എന്തിനെ ഇടുന്നു? നമ്മുടെ അലൂമിനിയം ഇടുന്നു. അതിന്റെ കൂടെ ഒരാളെയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനകത്തിൽ ആരാണ്? ക്രയോലൈറ്റ്. ക്രയോലൈറ്റിന് എന്തിനാണ് ക്രയോലൈറ്റ് ചേർക്കുന്നതെന്ന് ചോദിക്കാം. ഉരുകിയ ക്രയോലൈറ്റ് കാണുന്നുണ്ടല്ലോ, കണ്ട, ഉരുകിയ ക്രയോലൈറ്റും അലൂമിനിയം. എന്തിനാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത്? അലൂമിനിയുടെ ദ്രവണാങ്കം കുറയ്ക്കാനാണ്. അതുകൂടാതെ തന്നെ വൈദ്യുതി വേഗം കടന്നു പോവുകയും ചെയ്യാനാണ് നമ്മൾ ക്രയോലൈറ്റ് ചേർക്കുന്നത്. ക്രയോലൈറ്റിന്റെ ഫോർമുല ചോദിക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് വായിച്ചിട്ട് പോയാലേ ഇതൊക്കെ കിട്ടുള്ളൂ. Na3Al_F6 ഇതാണ് നമ്മുടെ ക്രയോലൈറ്റിന്റെ ഫോർമുല, കെമിക്കൽ ഫോർമുല. എന്നിട്ട് എന്ത് ചെയ്യുന്ന അലൂമിനിയം ഓക്സൈഡ് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈദ്യുതി കടത്തി വിടുമ്പോൾ അലൂമിനിയം അയണും ഓക്സൈഡ് അയണും. അലൂമിനിയം കാഥോഡിൽ എന്ത് ചെയ്യുന്നു? ചെന്നിട്ട് നിരോക്സീകരിക്കപ്പെടുന്നു. അലൂമിനിയം 3 ഇലക്ട്രോണെ വാങ്ങി അലൂമിനിയം സ്റ്റീൽ ടാങ്കിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ആനോഡിനകത്ത് നിന്ന് വരുന്ന വാതകം ഓക്സിജൻ ആണ്. അതിനകത്തൊരു ചോദ്യമുണ്ട്. അതിന്റെ പ്ലസ് ഇട്ടേക്കുന്ന ആനോഡാണല്ലോ, അതിൽ കൂടെ ഓക്സിജൻ ഇങ്ങനെ ക്രമമായി വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ബ്ലോക്ക് എന്ന് പറയുന്ന കാർബൺ ആണേ. കാർബണിൽ കൂടെ ഓക്സിജൻ എപ്പോഴും പോകുമ്പോൾ എന്തും കൂടി ഉണ്ടായി പോകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന കാർബൺ ബ്ലോക്കുകൾ കുറെ നാൾ കഴിയുമ്പോൾ ദ്രവിച്ചു പോകാൻ ഇടയുണ്ട്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇവർ ഈ ലാസ്റ്റ് ഇക്വേഷനും കൂടി ഇങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. ഇനി അലൂമിനിയം ഏത് ഇലക്ട്രോഡിലാണ് നീങ്ങുന്നത്? കാഥോഡിലേക്ക്. ഓക്സൈഡ് ആയോണോ? ആനോഡിലേക്ക്. ആനോഡ് ആരാണ്? കാഥോഡ് ആരാണ്? ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇതെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാർബൺ ദണ്ടുകളാണ് ആനോഡ്, കാഥോഡ് കാർബൺ ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ക്രയോലൈറ്റും അലൂമിനിയമാണ്. ഇതെല്ലാം നിങ്ങൾ ഇവിടെ ഈ ചാർട്ടിനകത്ത് എഴുതി പഠിക്കണം. ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനും എഴുതി പഠിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും.